സുഹൃത്തുക്കളെ, ഇത് 2026 ആറ്റുകാൽ പൊങ്കാല. ഈ കാണുന്നത് പാളയം, തിരുവനന്തപുരം പാളയം ആണ്. ഇവിടുത്തെ പ്രത്യേകത തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലെ മറ്റു പലർക്കും അറിയാമെന്ന് കരുതുന്നു. ഇത് ദൂരെ കാണുന്നത് പാളയം ക്രിസ്ത്യൻ ചർച്ച്, അതിന് നേരെ ഓപ്പോസിറ്റ് പാളയം മഹാഗണപതി ക്ഷേത്രം, അതിന് തൊട്ടുരുമ്മിയിരിക്കുന്നതാണ് പാളയം ജുമാ മസ്ജിദ്. ഈ 3 ദേവാലയങ്ങൾ, ഈ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മതചിഹ്നങ്ങൾ ആയിട്ടുള്ള 3 ദേവാലയങ്ങൾ, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ഗണപതി അമ്പലം, ഇങ്ങനെ 3 ദേവാലയങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് പാളയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തൊട്ടപ്പുറത്ത് രക്തസാക്ഷി മണ്ഡപമുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയമുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനെയും ചുവട്ടിലായിട്ടാണ് പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകൾ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ മുസ്ലിം പള്ളിയുടെ മുറ്റത്തിരുന്ന് പൊങ്കാലിടുന്ന സ്ത്രീകൾക്ക് പള്ളി ഭാരവാഹികളും അവിടുത്തെ പ്രവർത്തകരും എല്ലാം കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്കെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ, വസ്ത്രം മാറുന്നത് ഉൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാത്റൂം ഫെസിലിറ്റി വേണമെങ്കിൽ അതിനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ പള്ളി ഇവിടെ തുറന്ന് ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് പോലെ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള മണക്കാട് വലിയ ജുമയിലും ഇത് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേകത. കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിൽ ഇപ്പോൾ തിയേറ്ററിൽ തൊട്ടിരിക്കുന്നതുകൊണ്ട് അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഏതോ നാട്ടിൽ കിടക്കുന്ന കുറേ പേര് കുറേ വെള്ള പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയാൽ അത് കേരള സ്റ്റോറി ആവില്ല മക്കളെ. ഓക്കെ. Gracias.